ഹായ് എവ്രിവൺ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗോളതലത്തിൽ കോവിഡ്-19 അണുബാധയുടെ പുതിയ കുതിച്ചുചാട്ടം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതെ, ഇന്ന് രാജ്യത്ത് സജീവമായിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണം 7,000 കടന്നിരിക്കുകയാണ്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടെങ്കിലും 2025 ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായും എടുത്തിരിക്കേണ്ട കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സാമൂഹിക അകലം പാലിക്കുക. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞത് 1 മീറ്റർ ശാരീരിക അകലമെങ്കിലും പാലിക്കാൻ ശ്രമിക്കുക. അവർക്ക് അസുഖമില്ല എന്ന് തോന്നിയാൽ പോലും. ആൾക്കൂട്ടവും അടുത്ത സമ്പർക്കവും ഒഴിവാക്കുക. ശാരീരിക അകലം പാലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും വായുസഞ്ചാരം കുറഞ്ഞ സാഹചര്യങ്ങളിലും ഒരു നല്ല മാസ്ക് ധരിക്കുക. സാനിറ്റൈസർ അഥവാ സോപ്പ്, വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ കഴുകുക. കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണും മൂക്കും വായും തൊടുന്നത് ഒഴിവാക്കുക. മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പരിശോധന നടത്തുക. ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുന്ന സമയത്ത് ഒരു ടവൽ ഉപയോഗിച്ച് വായും മൂക്കും മൂടുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലുള്ള ആൾക്കാർക്ക് കോവിഡ് ബാധിച്ചാലാണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് എന്ന്. പ്രതിരോധശേഷി തീരെ കുറഞ്ഞ ആൾക്കാർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, കിഡ്നി ഫെയിലിയർ മൂലം ആഴ്ചയിൽ 1-2 തവണ ഡയാലിസിസ് ചെയ്യുന്നവർ, 90 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർ, ഫ്രീക്വൻ്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരിൽ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പരിഭ്രാന്തിയല്ല, ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതയാണ് നിർണായകം. താങ്ക് യു.